ജമാഅത്തും ഇശാഇന്റെ ജമാഅത്തുമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജമാഅത്ത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുമ്പോ ഞാനൊരു ഹദീസ് ഓതിക്കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് ആതിക എന്നാണെന്ന് വേറെ ചില സ്ഥലങ്ങളിലുണ്ട്. ആ ആതിക ബീവി റളിയല്ലാഹു അൻഹ സുബ്ഹിന്റെ ജമാഅത്തിന് പോകാൻ പള്ളിയിലേക്ക് ഇറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചിരുന്നു ഉമ്മു ഹമീദിന് സഈദ് റളിയല്ലാഹു അൻഹ നബി തങ്ങളോട്. സമ്മതം ചോദിച്ചത് തന്നെ, ഓ നബിയെ, തങ്ങളെ കൂടെ വന്ന് നിസ്കരിക്കാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിൽക്കുമ്പോ അതിനെ പിന്തുടർന്നൊന്ന് നിസ്കരിച്ചിട്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞു കഴിയുമ്പോ നബിതങ്ങൾ ആമീൻ പറയുമ്പോ ആമീൻ എന്ന് നബിതങ്ങളെ കൂടെ പറയാൻ കഴിഞ്ഞാൽ, കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബത്തിന്റെ കൂടെ ആമീൻ പറയാൻ കഴിഞ്ഞാൽ, ആ സമയത്ത് മലക്കുകളും ആമീൻ പറയുകയാണല്ലോ. അതിലൊന്ന് പങ്കുചേരണമെന്ന ഉത്കടമായ ആഗ്രഹം കൊണ്ട് ഉമ്മു ഹമീദിന് സഈദി റളിയല്ലാഹു അൻഹാ നബിതങ്ങളെ സമീപിച്ച് ചോദിച്ചതാണ്, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ വല്ലാതെ താല്പര്യപ്പെടുന്നു നബിയേ. അങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആ മഹദിക്ക് സമ്മതം കൊടുത്തില്ലെന്ന് മാത്രമല്ല, വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറെന്ന് ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവർ, സഹാബത്ത് പഠിപ്പിച്ചതനുസരിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നവർ, അവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്നത്, സുന്നികളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നബിതങ്ങളെ ഭാര്യമാരാരും പള്ളിയിലേക്ക് അല്ലെങ്കിൽ മദ്രസയിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ജമാഅത്തിന് പുറപ്പെട്ടു പോയില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചിട്ട് അവസാനം പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ, എന്തെങ്കിലും ഒരു ഗുണം സ്ത്രീകൾ ജമാഅത്തിന് പുറപ്പെട്ടു പോകുന്നതിന് ഉണ്ടായിരുന്നുവെങ്കിൽ നബിതങ്ങളെ ചാണ് പിന്തുടർന്ന് ജീവിച്ച സഹാബത്ത് അവരെ ഭാര്യമാരോട് പോകാൻ കൽപ്പിക്കുമായിരുന്നു. പോകാൻ സമ്മതം കൊടുക്കുമായിരുന്നു. രണ്ടും ഉണ്ടായില്ല. ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിവരണം ഇഖ്തിലാഫുൽ ഹദീസ് എന്ന കിതാബിൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിക ബീവി എന്ത് വിചാരിച്ചു? രാത്രിയിൽ പോകുമ്പോ ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഇരുട്ടല്ലേ, ആരും കാണൂലല്ലോ. അതുപോലെ സുബഹിക്ക് പോകുമ്പോൾ ആരും കാണൂലല്ലോ, എനിക്ക് ആ ജമാഅത്തിലൊന്ന് പങ്കെടുക്കാമല്ലോ എന്ന് മനസ്സിലാക്കി ആതിക ബീവി റളിയല്ലാഹു അൻഹാ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ചോദിക്കുകയാണ് ഒരാള്, അല്ല നിങ്ങൾക്കറിയില്ലേ ഉമർ ഇബ്നുൽ ഖത്താബിന് അത് വെറുപ്പാണെന്നറിയില്ലേ? സുഹൃത്തുക്കളെ, ലോകത്ത് ഏറ്റവും വലിയ മഹാന്മാർ അമ്പിയാക്കളെ കഴിച്ചാൽ ഒന്നാമത്തത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരും അസറല്ല സുബഹിക്കും ഇശായിനും ആരും കാണൂലെങ്കിലും പോകുന്നത് വെറുപ്പാണ്. അപ്പൊ ആ സ്ത്രീ എന്ത് പറഞ്ഞു അറിയോ? അതെന്തേ എന്നെ പിന്നെ തടയാത്തത് എന്ന് ചോദിച്ചു. പോകുന്നത് എന്തേ തടയാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ മറുപടി കിട്ടി, തടയാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികൾ, അല്ലാഹുവിന്റെ അടിമ സ്ത്രീകളായ സ്ത്രീകൾക്ക് തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തടയാതിരിക്കുകയാണ്. ഈ ഹദീസ് സാധാരണയായി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളാണ് എടുത്തു പറയാ. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കുക, അതിന്റെ നേരെ മുമ്പിലുള്ള എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബിന് വെറുപ്പാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച ഒരു കാര്യത്തിന് വെറുക്കുന്ന ആളാണോ ഉമർ ഇബ്നുൽ ഖത്താബ്? അപ്പൊ പിന്നെ ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണ്?
അതിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാര് പറഞ്ഞു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മസ്ജിദുൽ ഹറാമില് കഅബ ശരീഫ് തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തടയരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചു. ഇനിയോ വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു, ശാഹു വലിയുല്ലാഹി ദഹ്ലവി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞു അതിന് മറ്റൊരർത്ഥം. അതെന്താണ്? തടയരുത് എന്ന് പറഞ്ഞാൽ തീരെ തടയരുത് എന്നല്ല, പിന്നെ ബലപ്രയോഗം നടത്തി കുടുംബ പ്രശ്നമുണ്ടാകുന്ന വിധത്തിൽ തടയരുത് എന്നാണ്. അതെവിടുന്ന് കിട്ടി മഹാനവറുകൾക്ക് ആ വിശദീകരണം? അത് ഇതേ സംഭവത്തിന്റെ ബാക്കി അതാ അൽ ബിദായത്ത് വൻ നിഹായയിലുണ്ട്. എന്താ ഉള്ളത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ച് തടഞ്ഞില്ല. ആ സ്ത്രീ പള്ളിയിലേക്ക് പോയി. കാരണം വീടാണ് ഖൈർ എന്ന് പറയുന്ന ഹദീസ് മഹദിയായ ആതിക ബീവിക്ക് കിട്ടിയിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീടാണ് ഖൈർ എന്ന് പറഞ്ഞ ഹദീസ് കിട്ടിയിരുന്നെങ്കിൽ മഹദി പോകൂലായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ കൂലി നഷ്ടപ്പെടുത്തുന്ന ആളല്ലല്ലോ ആതിക ബീവി റളിയല്ലാഹു അൻഹാ. പക്ഷേ അത് മഹദി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതഅത്തിന്റെ നിക്കാഹിന് അനുകൂലമായി പറഞ്ഞ ചില റിപ്പോർട്ടുകളുണ്ട്. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയിൽ പറഞ്ഞത് കാണാം. ആ വിരോധിച്ച ഹദീസ് ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അതുപോലെ ആതിക ബീവി റളിയല്ലാഹു അൻഹക്ക് അതാ വീടാണ് ഖൈർ എന്ന് പറഞ്ഞ ഹദീസ് കിട്ടാത്തതിനാൽ മഹദി കൂലി കിട്ടുമെന്ന് വിചാരിച്ചു പോവുകയാണ്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞല്ലോ തടയരുത്. ആ തടയരുത് പറഞ്ഞതിന് ഒരർത്ഥമുണ്ടല്ലോ, ബലം പ്രയോഗിച്ച് തടയരുത്. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് ഭീഷണിപ്പെടുത്തി അടിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് അതാ പോകുന്നത് തടഞ്ഞില്ല. പക്ഷേ ഒരു ഹിക്മത്ത് പ്രയോഗിച്ചു. ഹിക്മത്ത് എന്താണ്? ആ പെണ്ണ് പോകുന്ന വഴിക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒളിച്ചു നിന്ന് കാത്തിരുന്നു. അവരിങ്ങനെ പള്ളിയിലേക്ക് ഇരുട്ടത്ത് പോകുമ്പോ ബേക്കിൽ പോയിട്ട് ചന്തിക്കെട്ടിനൊരൊറ്റ അടി കൊടുത്തു ഉമർ ഇബ്നു ഖത്താബ്. അപ്പോൾ അടിച്ചത് ഭർത്താവാണെന്ന് ആ മഹദിക്ക് മനസ്സിലാകുന്നില്ല. അടി കിട്ടുകയും ചെയ്തു. മഹദി അങ്ങനെ തന്നെ വീട്ടിലേക്ക് മടങ്ങി. ചെന്നിട്ട് പറഞ്ഞു, ആളുകളൊക്കെ നാശമായി പോയി, ഇനി ഞാൻ പള്ളിയിലേക്ക് പോകുന്നില്ല. തടഞ്ഞത് ഭർത്താവാണെന്ന് അറിയാത്ത വിധത്തിലാണ് ഇബ്നു ഖത്താബ് തടഞ്ഞത്. കാരണം കുടുംബ പ്രശ്നമുണ്ടാകാതിരിക്കാനാണ്. ഇത് അതാ അൽ ബിദായത്ത് വൻ നിഹായയിൽ അതാ ഇബ്നു കഥീർ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ ഉമർ ഇബ്നു ഖത്താബിന്റെ കാലശേഷം മഹദിയെ സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. സുബൈർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അശറത്തുൽ മുബശ്ശിറീനിൽ പെട്ട സഹാബിയാണ്. ആ സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചപ്പോൾ മഹദി നിബന്ധന വെച്ചു, സുബഹിക്കും ഇശാഇനും പള്ളിയിൽ പോകുന്നത് തടയരുത്. മഹാനവറുകൾ അപ്പോഴൊന്നും പറഞ്ഞില്ല. പിന്നീട് അതാ പോകാൻ ഒരുങ്ങി പോകുമ്പോൾ മഹാനവറുകളും ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചെയ്തതുപോലെ വഴിക്ക് കാത്തു നിന്നിട്ട് ബേക്കെന്നൊരടി കൊടുത്തു. പിന്നീട് അതാ ആതിക ബീവി ജീവിതത്തിൽ അതാ സുബഹിക്കും ഇശാഇനും ജമാഅത്തിന് പോയിട്ടില്ല. ഉസുദുൽ ഗാബ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ലസീർ തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ആകയാൽ അതേ ബഹജത്തുൽ നുഫൂസ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബൂ ജംറത്തുൽ ഉന്ദുരുസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സഹാബത്തിന്റെ കാലത്ത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് പൂർണ്ണമായി തടയപ്പെട്ടു. അങ്ങനെ സഹാബത്ത് മുതൽ ആരും പിന്നെ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാറ് ഇല്ല. പള്ളിയിൽ ഖാലി ഉണ്ടെങ്കിൽ ജഡ്ജി ഉണ്ടെങ്കിൽ ആ ജഡ്ജിയോട് കേസ് ബോധിപ്പിക്കാൻ പോയിട്ടില്ല എന്നതിനർത്ഥമില്ല. അതേപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ തവാഫിന് വേണ്ടി പോയിട്ടില്ല എന്നതിനർത്ഥമില്ല. സ്ത്രീകൾ പള്ളിയിൽ കയറാൻ പറ്റാത്തൊരു വർഗമാണ്, അത്രയും നിസ്സാരമാണ് എന്ന് ഇസ്ലാമോട്ട് പറഞ്ഞിട്ടുമില്ല. മറിച്ച് ഏറ്റവും ബഹുമാനമുള്ള മസ്ജിദുൽ ഹറാമിൽ വരെ അവർക്ക് പ്രവേശനം ഉണ്ട്, അവർക്ക് പ്രവേശിക്കാം. പക്ഷേ അത് ജുമുഅ ജമാഅത്തിന് വേണ്ടി പോകുന്നതല്ല, തവാഫിന് വേണ്ടിയാണ്. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിവരിച്ചത്. പള്ളി കയറിക്കൂടാത്തൊരു വർഗമാണ് എന്ന് സ്ത്രീകളെ നിസ്സാരപ്പെടുത്തുന്ന ഒരാശയം ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട.
സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ പുരുഷന്മാര് ജമാഅത്തിന് വേണ്ടി സുബഹിക്ക് പള്ളിയിൽ വരണം. ഈ പുതിയ നല്ല ഭംഗിയുള്ള പള്ളി നാളെ രാവിലെ, സാധാരണ എനിക്കൊരു പതിവുണ്ട്, പള്ളി ഉദ്ഘാടനത്തിന് പോയാൽ രാവിലെ പള്ളിയിലെ ഇമാമിനെ വിളിച്ച് ചോദിക്കും സുബഹിക്ക് എത്ര ആളുണ്ട്. അത് ഇവിടെയും നാളെ ചോദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ പള്ളി നിറയെ ഇല്ലെങ്കിലും കുറെ സഫ് നിറയെങ്കിലും സുബഹിക്ക് മുഅ്മിനീങ്ങൾ ജമാഅത്തിന് വരണം. ഒന്നുകൂടി പറയട്ടെ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട സമയം തഹജ്ജുദ് നിസ്കരിച്ച ഒരു സഹാബി പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിന് കാണാതിരുന്നപ്പോ ഉമ്മയോട് ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ്, എന്തേ മകനെ പള്ളി കാണാതിരുന്നത്? രാത്രിയിൽ നീണ്ട സമയം എഴുന്നേറ്റ് നിസ്കരിച്ചത് കൊണ്ടാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി, അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കലാണ്. സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കുക വലിയ ബർക്കത്താണ്. ജീവിതത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്താണ് സുബഹിന്റെ ജമാഅത്ത്. ഇശാഇന്റെ ജമാഅത്തും വലിയ പുണ്യമാണ്. ബാക്കിയുള്ള ജമാഅത്തിനും വലിയ പുണ്യമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് ഈ രണ്ട് ജമാഅത്തിനാണ്. ആ രണ്ട് ജമാഅത്തിനാണ് വരാൻ കുറച്ച് പ്രയാസവും. അതുകൊണ്ടാണ് കൂലി കൂടുതൽ കിട്ടുന്നു. പ്രയാസം കൂടുന്നതിനനുസരിച്ച് കൂലി ആശ കിട്ടും. നമ്മൾക്കുണ്ടല്ലോ സ്റ്റേജ് മേൽ വളണ്ടിയറാകാൻ നല്ല ഉഷാറാണ്, റോട്ട് മേൽ വളണ്ടിയറാകാൻ ഒരു മടിയാണ്. റോട്ടുമല വളണ്ടിയർക്കാ കൂടുതൽ കൂലിയിട്ടുക, സ്റ്റേജ് മേലെ വളണ്ടിയർക്കല്ല. സ്റ്റേജ് മേലെ വളണ്ടിയർക്കല്ല കൂലിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കുറ്റം കിട്ടിക്കൂടാന്നുമില്ല. കാരണം ഫോട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിലാണ്, നീയത്ത് തന്നില്ലെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അധ്വാനത്തിനനുസരിച്ച് കൂലി ഉണ്ടാവും, പ്രതിഫലം ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുവിന്റെ കിതാബ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് കൊണ്ടുപോയി കരിച്ചു കളിയോ കിണറ്റിലിട്ട് കളിയോ ചെയ്ത ഒരാള്. അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അസൂയിക്കാരുണ്ടാവില്ല. ആനായി ഇബ്നു ഹജർ ഹൈതമി തങ്ങൾക്ക് മാനസികമായി വല്ലാത്ത അസ്വസ്ഥതയായി പോയി. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾക്ക് പിന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. അധ്വാനിച്ചുണ്ടാക്കിയ കിതാബ് മഹാനവറുകൾ കുറെ ദിവസത്തോളം പ്രയാസമായി പോയി. പിന്നീട് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല ക്ഷമിച്ചു നിന്നതിനാൽ മഹാനവറുകൾ പിന്നെ പറഞ്ഞു, അല്ലാഹു തആല അത് ഹലാലാക്കി കൊടുക്കട്ടെ, അല്ലാഹ് വിട്ടുവീഴ്ച എന്ന് അയാൾക്ക് വേണ്ടി ദ്വാരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ദ്വാരുന്നു. അയാൾ നന്നായി പോട്ടെ എന്നുള്ള നിലക്ക് അവരുടെ മനസ്സത്രയും ക്ലിയർ ആണല്ലോ. ആ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പിന്നീട് വലിയ വലിയ കിതാബുകൾ ധാരാളം രചിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. 90ഓളം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചു. ആ ഇബ്നു ഹജർ തങ്ങളെ ശല്യം ചെയ്ത ആളെ അഹ്മദുൽ ബദവി തങ്ങളെ മഖ്ബറയുടെ സമീപത്ത് കൊണ്ടുപോയി ശൈഖ് അവറുകൾ ഇബ്നു അബിൽ ഹമായിൽ അടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവരെല്ലാം വളരെ ക്ഷമിച്ചുകൊണ്ടാണ് ജീവിച്ചത്. എന്തിനധികം പറയണം. ഉസ്താദ് അവറുകൾ മോനെ ഇനിയൊന്ന് കല്യാണം കഴിക്കണം എന്ന് ഒരു 23 വയസ്സങ്ങനെ ആയപ്പോ ഇബ്നു ഹജർ ഹൈതമി തങ്ങളോട് കല്യാണം പറഞ്ഞപ്പോ ഉസ്താദേ ലൈസ ഇൻദീ ശൈ, എന്റെ അടുക്കൽ ഒരു ആകാശമില്ല ഉസ്താദേ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്റെ പെങ്ങളെ മോള് തന്നെയാണ്, മഹർ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഉസ്താദ് ഏറ്റെടുത്ത് കല്യാണം കഴിപ്പിക്കുകയാണ്. പക്ഷേ ഈ ഞെരുക്കവും ബുദ്ധിമുട്ടൊന്നും ഉള്ളപ്പോ പഠനത്തിൽ നിന്നോ ഇൽമ് പ്രചരിപ്പിക്കുന്നതിൽ നിന്നോ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തീരെ പിന്നോട്ട് പോയില്ല കേട്ടോ. അതുകൊണ്ടല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള എത്രയോ വലിയ പ്രഗൽഭരായ ശിഷ്യന്മാരെയും വളർത്തിയെടുക്കാൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾക്ക് സാധിച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം അതേ പള്ളിയിൽ ജമാഅത്തിന് കൃത്യമായി എത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ജമാഅത്തിന് ബാങ്കിങ്ങനെ വിളിക്കുന്ന ഹയ്യാല സ്വലാ, നിസ്കരിക്കാൻ വരൂ. വിളിക്കുന്നത് അള്ളാന്റെ വീട്ടിൽ നിന്നാണ്, ചെല്ലാനാണ്. ഹയ്യാലൽ ഫലാഹ്,
വിജയത്തിലേക്ക് വരൂ. നീ വന്നാലും വന്നില്ലെങ്കിലും അള്ളാഹുവിനൊരു കുറവില്ല കേട്ടോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ല വലിയവൻ തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനൊന്നും ഒരു കുറവുമില്ല. നിന്റെ ഗുണത്തിനാണ് പള്ളിയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ അള്ളാന്റെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അത് തിരിഞ്ഞു നോക്കാതെ അങ്ങാടിയിലിരുന്ന് സൊറ പറയുന്നവനും കളിച്ച് നടക്കുന്നവരും പ്രകടനത്തിൽ പോയിട്ട് നിസ്കാരം തന്നെ ഖദാ ആക്കുന്നവരും കല്യാണ വീട്ടിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നവരും അതുപോലെ മറ്റ് പല കാര്യങ്ങളും നടത്തുന്നവരും നിസ്കാരത്തിന് വില കൽപ്പിക്കാതെ ജീവിക്കുന്നത് അത് വളരെ അപകടമാണ് കേട്ടോ. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ നബി തങ്ങൾ സുജൂദിൽ നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ അവിടുന്ന് വല്ലാതെ സങ്കടപ്പെട്ടു. പിന്നീട് അവിടുത്തോട് ചോദിച്ചു, എന്തിനാണ് നബിയെ സുജൂദിൽ വിങ്ങിപ്പൊട്ടി കരഞ്ഞത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എനിക്കൊരായത്തിറങ്ങിയ അലിയേ, فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ജീവിച്ച് പിന്നീട് വരുന്ന ഒരു ടീം അവർ നിസ്കാരം പാഴാക്കുന്നവരാണ്. നിസ്കാരം കളാകുന്നതിനോ അത് നഷ്ടപ്പെടുന്നതിനോ ഒരു വിഷമവുമില്ല. തടീച്ചേ ഫോളോ ചെയ്യുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പോലും വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ കൽപ്പിച്ചു. ബാങ്ക് പോലും പുരുഷന്മാർക്ക് മാത്രം കൽപ്പിച്ചു. ബാങ്ക് കൊടുക്കൽ സ്ത്രീകൾക്ക് പാടില്ല. കാരണം പെണ്ണിന്റെ ശബ്ദം പുറത്തങ്ങനെ കേൾക്കേണ്ടതല്ല, കേട്ട് ആസ്വദിക്കേണ്ടതല്ല. അന്യ സ്ത്രീയുടെ ആ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നത് അത് സിനയാണ്, അത് കാതിന്റെ വ്യഭിചാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ഐനാനി സിലാഹു മൻ നദറു, കണ്ണുകൊണ്ട് അന്യപെണ്ണിനെ നോക്കി ആസ്വദിക്കുന്ന പരിപാടി അത് വ്യഭിചാരമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുണ്ടല്ലോ, അവരത്യാവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകാറുണ്ടെങ്കിലും ചിലപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകേണ്ടി വരും. അതേപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് ഭർത്താവിന്റെ കൂടെ പോകുമ്പോ എമിഗ്രേഷനിൽ അതിന്റെ മുഖമൂടി ഒന്ന് പൊക്കണം എന്ന് പറയുമ്പോ പൊക്കി കാണിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ID നോക്കിയിട്ട് ആളെ കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി നിന്റെ മുഖമൂടി പൊക്കണമെന്ന് പറയുമ്പോ പൊക്കി കൊടുക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ ഈമാനും തഖ്വയുമുള്ള സ്ത്രീകള് അതേ മറ്റുള്ള കക്ഷികളെ പോലെ, യുക്തിവാദികളെ പോലെ, നിരീശ്വരവാദികളെ പോലെ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരെ പോലെ റോട്ടിലിറങ്ങിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് മുമ്പ് കാണാറില്ലായിരുന്നു. ഇപ്പോൾ അതാ ഈ പാവപ്പെട്ട സ്ത്രീകളെ ആരെല്ലാമോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നരകത്തിലേക്ക് നയിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഉസ്താദുമാരെ വഅലിന് ഞങ്ങൾ പോയിരുന്നു, ഞങ്ങൾ സംഭാവന കൊടുത്തിരുന്നു, നല്ല ഭക്ഷണം പാകം ചെയ്ത് എത്തിച്ചു കൊടുത്തിരുന്നു. ഞങ്ങളോട് അലിമീങ്ങൾ പറഞ്ഞില്ലെന്ന് ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് കംപ്ലൈന്റ് പറയേണ്ട ഉമ്മമാരെ,
ഹബീബ് നബി തങ്ങൾ പറയുന്നു സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടർ നരകത്തിലാണ്. അതേ, സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ, ആ ടീമിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എൻ്റെ കാലഘട്ടത്തിലില്ല. പക്ഷേ അവര് വരുമെന്ന് നബി തങ്ങൾ പറയാണ്. അതിൽപ്പെട്ട ഒരു ടീം ഏതാണ്? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തുൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ. സ്ത്രീകളെ, നിങ്ങൾ ഈമാനുള്ളവരാണോ? നിങ്ങൾ മുസ്ലിം സ്ത്രീകളാണോ? ഹബീബ് നബി തങ്ങളുടെ ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. അവിടുന്ന് പറയുന്നു, ഒരു ഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. കാസിയാത്തുൻ നാരിയാത്ത്, വസ്ത്രം പേരിന് ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലമാണ്. അവരെ മാറിടം കാണുന്നുണ്ട്, കൈത്തണ്ട കാണുന്നുണ്ട്. അതേപോലെ തന്നെ അന്യപുരുഷന്മാര് നോക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തും മുഖം മറക്കാതെ അവര് രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ കാസിയാത്തുൻ ആരിയാത്ത് മായിലാത്തുൻ മുമീലാത്ത്, അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാകുന്ന രൂപത്തിലാണ് അവരുടെ സംസാരം, അങ്ങനെയാണ് അവരെ പെരുമാറ്റം. അവർ ആദാ പുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ്. അവരുടെ തലകഥാ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് ഹബീബ് നബി തങ്ങൾ പറയാണ്, ലാ യദ്ഖുൽനൽ ജന്ന, ഇങ്ങനെ പുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകള് അവര് സ്വർഗത്തിൽ കടക്കൂല കേട്ടോ. വലാ യജിദന റീഹഹാ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് കിട്ടൂല കേട്ടോ. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ നാഴികയപ്പുറത്ത് നിന്ന്, എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം, സ്വർഗത്തിന്റെ മണം പോലും ആ സ്ത്രീകൾക്ക് കിട്ടൂല കേട്ടോ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അതാ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് പണ്ഡിതന്മാര് വിലക്കുന്നില്ല. നിങ്ങളെ മഈസത്തിന് വേണ്ടി ഇറങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ യാത്ര പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ടി വന്നാൽ, ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ, തൊഴിലെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തൊഴിലിന് വേണ്ടി പോകേണ്ടി വന്നാൽ അവിടെയൊന്നും പണ്ഡിതന്മാര് വിലക്കുന്നില്ല. കാരണം നബി തങ്ങൾ വിലക്കിയിട്ടില്ല. ഉദിനലകുന്നലി ഹവായിജിക്കുന്ന, ആവശ്യത്തിന് പോകുന്നത് അനുവദിച്ചു എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്നാൽ ചോദിക്കട്ടെ, ഏതോ ഒരു മനുഷ്യൻ അതാ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ അല്ലാത്ത തെരഞ്ഞെടുപ്പിലോ ഒരു മനുഷ്യൻ വിജയിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വിജയമാണോ? ഇനി സ്വർഗത്തിലേക്ക് തന്നെയാണെങ്കിൽ ചോദിക്കട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ഉമർ ഇബ്നുൽ ഖത്താബിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, ലോകത്തുള്ള ഓരോ ഭരണാധികാരികളെയും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ, മുസ്ലിം സ്ത്രീകൾ ഇറങ്ങിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയതായി ഏതെങ്കിലും മുജാഹിദിന് കാണിച്ചു തരാൻ കഴിയോ? ഏതെങ്കിലും ജമാഅത്തുകാരന് കാണിച്ചു തരാൻ കഴിയോ? ഏതെങ്കിലും പുത്തൻവാദിക്ക് കാണിച്ചു തരാൻ കഴിയോ? ഈ പുത്തൻവാദികളെ കൂട്ടുപിടിച്ച് സ്ത്രീകളെ രംഗത്തിറക്കുന്ന ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയോ? അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഓ മുസ്ലിം സ്ത്രീകളെ, ആയിഷ ബീവി കടക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കണ്ടേ? ഖദീജ ബീവി കടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? സൈനബ ബീവി റളിയല്ലാഹു അൻഹ കടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? ഫാത്തിമ ബീവി കടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? എങ്കിൽ ആ മഹദികളെ വിട്ടുകൊണ്ട്, അവരെ കാണിച്ചു തന്ന മാതൃക വിട്ടുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയാൽ തന്നെ അത് വലിയ നാശമുണ്ടാക്കുമെന്നല്ലേ തഖിയുദ്ദീൻ ഹിസ്നി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് എത്ര നല്ല വാക്കാണെന്നല്ലേ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവയിൽ പറഞ്ഞത്. അങ്ങനെ ഫയംബഗിൽ ജസ്മു ബിത്തഹ്രീം, ഇക്കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അനാവശ്യത്തിന് പുറപ്പെട്ടു പോകുന്നത് ഹറാമാണെന്ന് തന്നെ വിധി പറയണം. വൽ ഫത്വാ ബിഹി,
അങ്ങനെ ഫത്വ കൊടുക്കണമെന്നല്ലേ ഇമാമിങ്ങൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങളടക്കം എടുത്തുദ്ധരിച്ചുകൊണ്ട് അംഗീകരിച്ചത്. എങ്കിൽ ഈ യുവതികളായ സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളും പുറത്തിറങ്ങി ഈ പച്ച ഹറാം ചെയ്യുമ്പോൾ ആലിമീങ്ങൾ നോക്കി നിൽക്കാൻ പറ്റുമോ? സംഘടന കുറെ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമായോ? ആലിമീങ്ങൾ തുറന്ന് പറയണ്ടേ പടച്ചറബിന്റെ ദീന്? അത് പറയുന്നിടത്ത് അതാ പിന്നോട്ട് നിൽക്കാൻ പറ്റുമോ? മൻ കതമ ഇൽമൻ, വല്ലവരും ഇൽമു മറച്ചു വെച്ചാൽ, പഠിച്ച ആലിമീങ്ങൾ അവർ ഇൽമു പറയാതെ മറച്ചു വെച്ചാൽ, ആരെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിലും ശരി, അൽജമഹുല്ലാഹു യൗമൽ ഖിയാമത്തി ബിലുജാമി മിനൻ നാർ, തീയിന്റെ ചങ്ങല കൊണ്ട് ആലിമീങ്ങളെ ചങ്ങല കിടും എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ പള്ളിയിലെ ഖതീബമാരും, എല്ലാ ഖാദിമാരും, എല്ലാ പണ്ഡിതന്മാരും നമ്മുടെ മുസ്ലിം സ്ത്രീകളെ നരകത്തിലേക്ക് നയിക്കുന്ന ഏർപ്പാടിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങൾക്കത് പച്ചഹറാമാണ് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ മുൻഗാമികൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ ഉമ്മ സ്വർഗത്തിലേക്ക്, ഉമ്മാമ സ്വർഗത്തിലേക്ക്, ജേഷ്ഠത്തി സ്വർഗത്തിലേക്ക്, നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ സ്വർഗത്തിലേക്ക്, നിങ്ങൾ നരകത്തിലേക്ക്. അത് ക്ഷമിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ നരകം എന്ന് പറയുന്നത് തമാശയാണോ? അതൊരു തമാശയാണോ? ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ ഒരു സെക്കൻഡ് ക്ഷമിക്കാൻ കഴിയുമോ സഹോദരിമാരെ? അതുകൊണ്ട് ഗൗരവത്തിൽ കാണണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ്. അതൊരു സാധാരണ നേതാവല്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുഖസിമി. തുല്യതയില്ലാത്ത നേതാവാണത്. അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം ഹഖാണ്. അവിടുന്ന് ഖിയാമത്ത് നാളെടുക്കുന്ന സമയത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് 1400 കൊല്ലം മുമ്പ് സ്ത്രീകൾ ഇതേ ചുറ്റുപാടിൽ വരും എന്നത് മുന്നറിയിപ്പ് നൽകിയതാണ്. ആ നരകത്തിന്റെ വിറകാകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ തുനിയരുത് എന്ന ചിന്തയുണ്ടാകണം എന്ന് പുരുഷന്മാരോട് ഞാൻ ഉണർത്തുകയാണ്. എന്തേ നമ്മുടെ സമുദായത്തിന് പറ്റിപ്പോയത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പിച്ച് ചീന്തുന്ന ഒരു കാലഘട്ടം. ഒരു ഭാഗത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയവർ റസൂലുള്ളാഹിനെ വിളിച്ചു പോയാൽ, ഇസ്തിഗാസ ചെയ്തു പോയാൽ, തവസ്സുൽ ചെയ്തു പോയാൽ, ബറക്കത്ത് എടുത്തു പോയാൽ സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തുപോയി തന്നെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവർ. വേറൊരു ഭാഗത്ത് ഔലിയാക്കളെ കറാമത്തെ നിഷേധിക്കുന്നവർ. അതിന്റെ വേറൊരു ഭാഗത്ത് ഔലിയാക്കളെ ബഹുമാനിച്ച് റാഫിളത്ത് അലി ഇബ്നു അബീ താലിബിനെ ബഹുമാനിച്ചതുപോലെ, അലി ഇബ്നു അബീ താലിബിനെ ബഹുമാനിച്ച ഖുലാത്തുർ റാഫിള അവർ പറഞ്ഞു, അലി ഇബ്നു അബീ താലിബിനെ സംബന്ധിച്ച് പറഞ്ഞു, അതേ ലോകം മുഴുക്കെ അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആൾ അലി ഇബ്നു അബീ താലിബാണ് എന്ന് പറഞ്ഞു. അത് പിഴച്ചുപോയ റാഫിളത്തിന്റെ വാദമാണ്. അതേ റാഫിളത്ത് തന്നെയാണ് സുഹൃത്തുക്കളെ മറ്റുള്ള സഹാബത്തിനെ മുഴുവനും ചീത്ത പറയുകയും തെറി പറയുകയും ചെയ്ത്. ആ റാഫിളത്ത്, അതുപോലെ ചില നസ്രാനികൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോയ പലരും, അങ്ങനെയുള്ള പലരും രംഗത്തിറങ്ങി. അങ്ങനെ രണ്ടാം പഠിച്ചവനാണ് അലി ഇബ്നു അബീ താലിബ് എന്ന് റാഫിളത്ത് പറഞ്ഞു എന്ന് അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അൽ ഫർഖ് ബൈനൽ ഫിറഖിൽ പറഞ്ഞത് കാണാം. അതേ വാദം ഉന്നയിച്ചിട്ട് മടവൂര് പഠിച്ചവനാണെന്ന് പറഞ്ഞ് പാട്ടുപാടുന്നവരും, മാലിക്കുൽ മുലൂക്ക് അതാ മടവൂരാണെന്ന് പറഞ്ഞ് പാട്ടുപാടുന്നവരും, അതേപോലെ തന്നെ അർശിന്റെ അധിപൻ മടവൂരാണെന്ന് പറഞ്ഞ് പാട്ടുപാടുന്നവരും ഈ പച്ച കുഫർ ഈ കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോ പണ്ഡിതന്മാർക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? പണ്ഡിതന്മാരവരെ കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ചങ്ങലയാണ്, തീക്കട്ട കൊണ്ടുള്ള ചങ്ങലയാണ്. ആരെന്ത് പരിഹസിച്ചാലും, ആരെന്ത് കുറ്റം പറഞ്ഞാലും, പഠിച്ച ഇൽമ് തുറന്നു പറയാതെ പണ്ഡിത